കുഴിപ്പന്ത് കളിയും കാൽപന്ത് കളിയും കക്ക് കളിയും ഒക്കെ ആയിട്ട് ഒരു ഗ്രാമം, അത് കുളത്തൂപ്പുഴയാണ്. ഈ കുളത്തൂപ്പുഴയിൽ ഇന്നൊരു പെൺകുട്ടി ഇന്ത്യ ആകെ അറിയപ്പെടുന്നു. ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് കുളത്തൂപ്പുഴയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ആര്യ ചന്ദ്രൻ കോളേജ് തലത്തിലും സംസ്ഥാനത്തിലും പുറത്തുമായി കിട്ടിയ മെഡലുകളാണ്. പ്രധാനമായിട്ടുള്ള മെഡലുകളൊക്കെ ഒന്ന് കാണിച്ചു തരാമോ? ഇതാണ് കോർഫിൽ ഇറങ്ങിയ ഞാൻ പറഞ്ഞില്ല, ആദ്യ ജൂനിയർ നാഷണൽസ് പോയിട്ട് ബ്രൗൺസ് വന്ന മെഡല്. അതാണിത് ഫസ്റ്റ് കോർഫിൽ ആദ്യം കിട്ടണേ. വെങ്കലമാണ്. ഹരിയാന വെച്ചിട്ടായിരുന്നു ആദ്യത്തെ ജൂനിയർ. പിന്നെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ മാസം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി കളിക്കാൻ പോയായിരുന്നു, സിൽവർ. അതാണിത്. ഇപ്പം കളിച്ചിട്ട് വന്നിട്ട് ഇന്നലെ എത്തിയത് ആഗ്രയിൽ വെച്ചിട്ട് സീനിയർ നാഷണൽസ്, വീണ്ടും ബ്രൗൺസ്. സീനിയർ നാഷണൽസ് ഞങ്ങൾക്ക് ഫസ്റ്റ് ടൈമാണ് മെഡൽ വരുന്നത്. അപ്പം അതാണ് ഈ ബ്രൗൺസ് മെഡൽ എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ ഇതൊക്കെ യൂണിവേഴ്സിറ്റി മെഡൽസ് ആണ്. ബാക്കിയൊക്കെ അവിടെ ഇവിടെ ആയിട്ട് കളിച്ച് അങ്ങനെ പോകുന്ന മെഡൽസ് നാഷണൽസിൻ്റെ. പിന്നെ ചിലത് മെഡൽ വരാണ്ട് പോയിട്ടുണ്ടെന്നല്ല, അപ്പോൾ പാർട്ടിസിപ്പേഷൻ നമുക്ക് മെഡലും കാര്യങ്ങളും ഒന്നും കിട്ടത്തില്ല. എന്താണ് ആര്യചന്ദ്രൻ പുറത്ത് ഇപ്പോൾ അറിയുന്നത്? ഒരു സ്പോർട്സ് താരമായിട്ടാണ്. അതെ. ഏതിലാണ് സ്പെഷ്യലൈസേഷൻ ചെയ്തേക്കുന്നത്? കോർഫിലാണ്. കോർഫ് ബോൾ എന്ന് പറയും. അധികം ആർക്കും അറിയാത്ത പുതിയൊരു കളി. അധികം ആർക്കും അറിഞ്ഞൂടാ? അറിയില്ല. എന്നിലൂടെ എല്ലാവരും അറിയണം. നമ്മൾ ചെന്ന് ചാടിയതാണോ അതിനകത്ത്? ചാടിയതൊന്നുമല്ല. ഞാൻ പഠിക്കുന്നത് കോഴിക്കോട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിലാണ്. അവിടെ MBA ഫൈനൽ ഇയർ വിദ്യാർത്ഥിയാണ്. മാസ്റ്റർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സാണ് ചെയ്യണേ. ആദ്യമായിട്ട് ഞാൻ അവിടെ BPEd ബാച്ചുലർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ കോഴ്സ് പഠിക്കാൻ അവിടെ ചെന്ന്. ആ വർഷം ബാസ്കറ്റ്ബോൾ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ സാറാണ് പറഞ്ഞ് ഇങ്ങനെ കോർഫ് എന്നൊരു കളിയുണ്ട്, അതിലും ഇറങ്ങണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചാണ് ശരിക്കും പറഞ്ഞാൽ ഇറക്കുന്നത്. പിന്നെ അവിടെ സീനിയർ ചേട്ടന്മാരാണ് ആദ്യമായിട്ട് ഈ ഗെയിം പഠിപ്പിക്കുന്നത്. അങ്ങനെ പഠിപ്പിച്ച് ആ വർഷം ഡോൺ ബോസ്കോയിൽ വെച്ചിട്ടായിരുന്നു ഫസ്റ്റ് ജൂനിയർ. അവിടെ കളിച്ചു. ആ വർഷം ജൂനിയർ നാഷണൽസ് കിട്ടി. പിന്നെ ഹരിയാന, അങ്ങനെ ജൂനിയർ നാഷണൽസ് പോയി അവിടെ തേർഡ് വന്നു. അവിടെ നിന്നാണ് പിന്നെ ഈ സംഭവങ്ങൾ മൊത്തം മാറി മറിയുന്നത്. പിന്നെ ഈ ഗെയിം വിട്ടില്ല, എല്ലാ വർഷവും കളിച്ചുകൊണ്ടിരുന്നത്. അവിടെ BPEd 4ാം വർഷം പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി കളിക്കാൻ പറ്റുന്നത്. ആ വർഷങ്ങളിലെല്ലാം കണ്ടിന്യൂസ് നാഷണൽസ് കളിച്ചെങ്കിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീമിന് വേണ്ടി കളിക്കുന്നത് അവിടെ 4ാം വർഷം പഠിക്കുമ്പോഴാണ്. അപ്പോൾ ആദ്യമായിട്ട് അവിടെ ഞങ്ങൾക്ക് സിൽവർ വന്നു. ആദ്യമായിട്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീമിന് കോർഫിൽ ഒരു മെഡൽ വരുന്നത്. അപ്പോൾ ആ ഒരു ടീമിലെ മെമ്പർ ആവാൻ പറ്റി. പിന്നെ കണ്ടിന്യൂസ് ഇപ്പോൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ആഗ്രയിൽ പോയി തേർഡ് ആയിരുന്നു സീനിയർ നാഷണൽസ്. നിലവിലിപ്പം 9 നാഷണൽസും 3 യൂണിവേഴ്സിറ്റി. 9 നാഷണൽസിൽ പങ്കെടുത്തു കഴിഞ്ഞു. ആര്യക്ക് ഇപ്പോൾ എത്ര വയസ്സുണ്ട്? എനിക്ക് 23. 23 വയസ്സിനൊക്കെയാണ് നാടിൻ്റെ പേര് പ്രകീർത്തിക്കുന്ന രീതിയിൽ ഒരു കുട്ടി ആരും അറിയപ്പെടാത്ത ഒരു കളിയല്ലേ? അങ്ങോട്ട് കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. 1, 2, 3 ടീം ഇറക്കാനുള്ള പ്ലേയേഴ്സ് ഉണ്ട്. നല്ല കോമ്പറ്റീഷൻ. അതുകൊണ്ടാണല്ലോ എനിക്ക് 3 വർഷം നാഷണൽസ് മാത്രം കളിക്കാൻ പറ്റിയത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീമിൽ എനിക്ക് കിട്ടുന്ന 4ാമത്തെ വർഷം. ആ 3 വർഷം കിട്ടാണ്ട് തള്ളിപ്പോയി. അതെന്താണ് അങ്ങനെ ആ ഒരു അസൗകര്യതയൊക്കെ വരാൻ കാരണം? അത്രയും കോമ്പറ്റീഷൻ അവിടെ നടക്കുന്നുണ്ട്. അറിയപ്പെടുന്നതിലും കോമ്പറ്റീഷൻ ഉണ്ട്. കളി അധികം അറിയപ്പെടുന്നില്ല. സബ് ജൂനിയർ ടീം പോകുന്നുണ്ട്, ജൂനിയർ ടീം പോകുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു പിന്നും ആൾക്കാർ കളികൾ അറിഞ്ഞു തുടങ്ങി. ഓരോരുത്തരിലൂടെ കളികൾ അറിഞ്ഞു തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പം കുറച്ചും കൂടി ടൈറ്റ് ആവും. അതിൽ കയറാനും കളിക്കാനും ഒക്കെ കൂടുതൽ ടൈറ്റ്നസ് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നല്ല. അതാണ് ഇനി നടക്കാൻ പോകുന്ന സത്യം. അതാണ് അത് കഴിയുമ്പോൾ നമ്മൾ ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നു. അതൊക്കെയാണ് സ്വപ്നം. അതാണ്. ഇപ്പോൾ ക്യാമ്പിന് ഔട്ടായി പോയി. ഇനി വരുന്ന ഇന്ത്യൻ ടീമിൽ കയറണം എന്നാണ് എൻ്റെ ആഗ്രഹം. സെക്കൻഡ് ക്യാമ്പ് വരെ പോയിട്ട് അവിടെ നിന്ന് ഔട്ടായി പോയി. എന്നിട്ട് ഞാൻ ഔട്ടായെന്ന് വെച്ചിട്ട് കളിച്ച കുട്ടികളുണ്ട് കേട്ടോ. ഇന്ത്യ കളിച്ച കുട്ടികളുണ്ട് നമ്മുടെ കേരള ടീമിന്. കേരളത്തിലുള്ള ആൾക്കാരുണ്ട്. ഇന്ത്യ കളിച്ച 2-3 പ്ലേയേഴ്സ് ഉണ്ട്. ഞാൻ ക്യാമ്പിൽ നിന്ന് ഔട്ടായി പോയി. നെക്സ്റ്റ് വരുന്ന ഇന്ത്യൻ ടീമിൽ കയറണം. നമ്മൾ കയറും. അതാണ് ഇപ്പോഴത്തെ ആത്മാർത്ഥമായ ആഗ്രഹം. അതാണ്. അതിനുള്ള വേണ്ടുന്ന സപ്പോർട്ട് എങ്ങനെയാണ് കിട്ടുന്നത് കേരളത്തിൽ നിന്ന്? എല്ലാവരും പോലെ തന്നെ മെയിൻ സപ്പോർട്ട് അല്ലെങ്കിൽ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഫാമിലി, അച്ഛൻ, അമ്മ, ചേട്ടൻ. കേരളത്തോളം വളർന്നെങ്കിലും നമ്മൾ പുറകിലാണ്, നമ്മുടെ നാടിനെ പോലെ തന്നെ അല്ലേ? അതെ, കുറച്ച് ചെറിയ തോതിൽ. എന്നാലും ഇവരെ സപ്പോർട്ട് ഞാൻ കയറിപ്പോവും. സപ്പോർട്ട് വഴി കയറിപ്പോവും. ഉറപ്പാണ്. മനസാന്നിധ്യമാണ്. ഇത് പഠിക്കുന്ന കുട്ടിക്കാലത്ത് പഠിക്കുന്ന സമയത്ത് ഇതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു? ഇപ്പോൾ ഈ കോർഫ് ബോളിനെ കുറിച്ച് ഇല്ല. ഞാൻ കോഴിക്കോട് ചെന്നതിന് ശേഷമാണ് ഇതിപ്പോൾ കോഴിക്കോട് പഠിക്കുന്ന 6ാമത്തെ വർഷം ആണ്. 4 വർഷം BPEd, 2 വർഷം മാസ്റ്റർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. ആ ഫസ്റ്റ് ഇയർ അവിടെ ചെല്ലുന്ന കാലഘട്ടത്തിലാണ് ഇങ്ങനൊരു ഗെയിം ഉണ്ടെന്നും ഇതിലേക്ക് ഷിഫ്റ്റ് ആവാമെന്നും ബാസ്കറ്റ്ബോളിൻ്റെ വേറൊരു വേർഷൻ ആണെന്നും ഒക്കെ മനസ്സിലാവുന്നത് അവിടെ ചെന്നതിന് ശേഷമാണ്. അപ്പോൾ അതിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞാൽ സാറ് പറഞ്ഞു ഇറങ്ങണം.
ബാസ്കറ്റ്ബോൾ കളിക്കുന്നവർ ഇറങ്ങണം എന്ന് പറഞ്ഞു. ബാസ്കറ്റ് ബോളിൽ നല്ലൊരു പ്ലെയർ ആയിരുന്നു അതിനു മുമ്പേ. ബാസ്കറ്റ്ബോളിൽ എൻ്റെ ഈ ഹൈറ്റ് സൈസ് അതിനനുസരിച്ചുള്ള കളികളെ എനിക്ക് ഉണ്ടായുള്ളൂ. സ്റ്റേറ്റ് തലം വരെ എനിക്ക് കളിക്കാൻ പറ്റുള്ളൂ. അതിന് മേലേക്ക് നാഷണൽസ് അവിടേക്കൊന്നും എത്തിപ്പെടാൻ പറ്റില്ല. അത് ആ പഠനം എവിടെയാണ് പൂർത്തിയാക്കിയത് ആ സമയത്തൊക്കെ? തുടങ്ങിയതാണോ? സ്പോർട്സ് തുടങ്ങുന്നത് ഇവിടെ UPSലാണ്. 7ാം ക്ലാസ് വരെ UPSൽ പത്മകുമാർ എന്ന് പറഞ്ഞ സാറാണ് കളിയിലോട്ട് ഇറക്കുന്നത്. സാറാണ് GV രാജ സെലക്ഷൻ കാര്യം പറയുന്നതും ഒക്കെ. GV രാജയിലും നമ്മൾ കടന്നുപോയി. GV രാജ സ്പോർട്സ് സ്കൂളിലായിരുന്നു. 8 തൊട്ട് +2 വരെ അവിടെയാണ് പഠിച്ചത്. അങ്ങനെ അവിടെയാണ് ആദ്യം അത്ലറ്റിക്സ് തന്നെയായിരുന്നു അവിടെ 8ാം ക്ലാസ്സിൽ. പിന്നെ ആ വർഷം എനിക്ക് 600ൽ 4th വന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് എനിക്ക് മെഡലൊന്നും വരുന്നില്ല. പിന്നെ നോക്കുമ്പോഴാണ് ബാസ്കറ്റ്ബോൾ കാണുന്നതും അതിനോടുള്ള ഇഷ്ടം കൊണ്ട് മെഡലിന് വേണ്ടിയാണ് നമ്മൾ ബാസ്കറ്റ്ബോളിലേക്ക് കയറി പിടിച്ചത്. മെഡലിന് വേണ്ടിയിട്ടെന്നല്ല, എനിക്ക് എൻ്റെ പെർഫോമൻസിൽ ഒരു അച്ചീവ്മെൻറ്റ്സും വരുന്നില്ല. ഒരു സ്പോർട്സ് പ്ലെയർ എന്ന രീതിയിൽ എനിക്ക് എന്തെങ്കിലും പെർഫോമൻസിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരണ്ടേ. യാതൊരു രീതിയിലും അത് വരുന്നില്ല എന്ന് നോക്കുമ്പോഴത്തേക്കിനും ഇഞ്ചുറി വന്നു കാലിനപ്പോഴത്തേക്കിനും. അപ്പോൾ എനിക്ക് അത്ലറ്റിക്സ് നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായപ്പം പിന്നെ ഇഷ്ടമുള്ളൊരു ഗെയിം ബാസ്കറ്റ്ബോൾ ആയിരുന്നു. പിന്നെ അങ്ങോട്ടേക്ക് ഇറങ്ങി പ്രാക്ടീസ് ചെയ്തു. ആ വർഷം തന്നെ യൂത്ത് കളിച്ചു, പയ്യെ ജൂനിയർ കളിച്ചു, സ്കൂൾസ് കളിച്ചു, പൈക്ക കളിച്ചു. അങ്ങനെ എല്ലാത്തിൻ്റെയും സ്റ്റേറ്റുകൾ കളിക്കാൻ പറ്റി. നാഷണൽസ് എവിടെയും കിട്ടിയില്ല. അവിടുന്ന് പിന്നെ ഒരു സീനിയർ ചേച്ചി വഴിയാണ് കോഴിക്കോട് ഇതിൻ്റെ തന്നെ ബാച്ചലർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ നേരെ അവിടേക്ക് വന്നു. പിന്നെ അവിടെ ബാസ്കറ്റ്ബോൾ ഇൻ്റർ കോളേജിയേറ്റ്, നെറ്റ്ബോൾ ഇൻ്റർ കോളേജിയേറ്റ്, കോർഫ്, അങ്ങനെ എല്ലാം അവിടുന്ന് പഠിച്ചു തുടങ്ങി. അവിടുത്തെ ഇങ്ങനെ പ്രാക്ടിക്കൽ സെക്ഷൻസ് നമുക്ക് എല്ലാ ഗെയിമും പഠിക്കാം. ഫുട്ബോൾ, അത്ലറ്റിക്സ്, കബഡി, അങ്ങനെ എല്ലാ ഗെയിമും പഠിക്കണം. അപ്പോൾ എല്ലാ ഗെയിമിൻ്റെയും കുറച്ച് സംഭവങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടും. പിന്നെ അവിടെ വീണ്ടും സെലക്ഷൻ ഇറങ്ങി. ഇപ്പോൾ മാസ്റ്റർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫൈനൽ ഇയർ കണ്ടിന്യൂ ചെയ്ത് പഠിക്കുന്നു. അതിനോടൊപ്പം ഈ കളികളും കൂടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. ഈ ക്രിക്കറ്റ്, ഫുട്ബോൾ എന്നൊക്കെ പറയുമ്പോൾ സാധാരണ നമ്മുടെ ഗ്രാമപ്രദേശത്തൊക്കെ ഉള്ളവർക്ക് അതറിയാൻ പറ്റും. എല്ലാ കുട്ടികൾക്കും, ഇവിടുത്തെ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും എല്ലാം അറിയാൻ പറ്റും. ഈ കോർഫുബോൾ എന്ന് പറയുന്നതിൻ്റെ എന്താണ് ആ മത്സരത്തിൻ്റെ ഒരു പ്രത്യേകത, അതിൻ്റെ നിയമവശങ്ങൾ, അതൊക്കെ ഒന്ന്? ശരിക്കും പറഞ്ഞാൽ ബാസ്കറ്റ്ബോളിൻ്റെ വേറൊരു വേർഷനാണ് കോർഫ്. ബാസ്കറ്റ്ബോളിൽ നിന്നാണ് ഈ കോഫ് ബോൾ എന്ന് പറഞ്ഞ ഗെയിം വരുന്നത് തന്നെ. കോഫ് ബോൾ, നെറ്റ് ബോൾ, ഇതൊക്കെ ബാസ്കറ്റ്ബോളിൻ്റെ വേറൊരു വേർഷനാണ്. കോഫ് ബോളിൽ ശരിക്കും പറഞ്ഞാൽ 14 പ്ലേയേഴ്സ്, 7 ബോയ്സും 7 ഗേൾസും. ഇതൊരു മിക്സഡ് ഗെയിമും കൂടിയാണ് കോഫ് ബോൾ എന്ന് പറയുന്നത്. ഏക മിക്സഡ് ഗെയിമാണ് കോർഫ് എന്ന് പറയുന്നത്. അറ്റ് എ ടൈം കോർട്ടിൽ 8 പ്ലേയേഴ്സ് ആയിരിക്കും ഇറങ്ങുക. കോർട്ടിനെ വീണ്ടും ഹാഫ് കോർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ 2 പെൺകുട്ടികൾ 2 ആൺകുട്ടികൾ, അതേപോലെ ഓപ്പോസിറ്റ് സൈഡിലും ഉണ്ടാവും. നമ്മൾ ആദ്യമേ തീരുമാനിക്കും ആരാണ് ഒഫൻസ് ആരാണ് ഡിഫൻസ് എന്ന രീതിയിൽ. അപ്പോൾ ഒഫൻസ് കളിക്കുന്നവർ ഒഫൻസ് കളിക്കും, ഡിഫൻസ് കളിക്കുന്നവർ ഡിഫൻസ് കളിക്കും. 2 ബാസ്ക്കറ്റ് എവിടെയാണോ 2 ബാസ്ക്കറ്റ് വീഴുന്നത് അപ്പോൾ തന്നെ കോർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവും. ഒഫൻസ് ഉള്ളവർ ഡിഫൻസ് ആവും, ഡിഫൻസ് ഉള്ളവർ ഒഫൻസ് ആവും. അതായത് ഒരു ഗെയിമിൽ അറ്റ് എ ടൈം ഒഫൻസും ഡിഫൻസും നമ്മൾ കളിക്കണം. 2 റെഫറീസ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ബാസ്കറ്റ്ബോളിനെ പോലെ ബോർഡില്ല, കുറച്ചും കൂടി ഹൈറ്റിനൊരു പോളും ഒരു റിങ്ങുമാണ് ഉണ്ടായിരിക്കുന്നത്. മെയിനായിട്ട് വരുന്ന നിയമവശം എന്ന് പറഞ്ഞാൽ ഗേൾസിനെ മാത്രമേ ഡിഫൻസ് എടുക്കാൻ പാടുള്ളൂ, ബോയ്സിനെ മാത്രമേ ഡിഫൻസ് എടുക്കാൻ പാടുള്ളൂ. പിന്നെ ഇഞ്ചുറീസും കാര്യങ്ങളും എല്ലാത്തിനും വരുന്ന പോലെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇഞ്ചുറീസും കാര്യങ്ങളും വരും. പക്ഷേ ഇതൊരു കോൺടാക്ട് ഗെയിം അല്ല. അതാണ് മെയിനായിട്ട് വരുന്ന സംഭവം. ഇനിയിപ്പോൾ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പെനാൽറ്റിയോ ഫ്രീ പാസോ നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ എല്ലാ ഗെയിമിലും പോലെ തന്നെ കാർഡും കാര്യങ്ങളും. 10 മിനിറ്റിൻ്റെ 4 ക്വാർട്ടർ, അതായത് 40 മിനിറ്റ്, അങ്ങനെയാണ് കളി മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വേറെ പറയാമെന്ന് പറഞ്ഞാൽ ബോൾ വ്യത്യാസമുണ്ട്. എല്ലാത്തിലും പോലെ തന്നെ ഇൻഡോർ ഔട്ട്ഡോർ ബോൾ വ്യത്യാസമുണ്ട്. ബാസ്കറ്റ്ബോളിനെ കാട്ടി കുറച്ചും കൂടെ ചെറിയ ബോളും വെയിറ്റ് ഉള്ളതുകൊണ്ട് വെയിറ്റ്ലെസ് ആയിട്ടുള്ള ബോളും ഉണ്ട്. ചിലവർക്ക് അറിയില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് സംസാരിക്കാൻ കിട്ടിയ അവസരങ്ങളിലൊക്കെ ഞാൻ എന്നാൽ കഴിയുന്ന വിധം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കുറേ പേർക്ക് ഇങ്ങനെ ഒരു ഗെയിം ഉണ്ടെന്നും ഞാൻ പറഞ്ഞില്ലേ, കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നാട്ടിലെ കുറേ പേര്. അവർക്കറിയാം ഈ കളി എന്താണ്, എങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നു അറിയാം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ചധികം പേർക്ക് ഈ കളി അറിയാം. എങ്ങനെ എന്താണിത്, എങ്ങനെ മിക്സഡ് ആകുമ്പോൾ എങ്ങനെ കളിക്കുന്നു എന്നുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കേരളത്തിൽ 3-4 ഇന്ത്യൻ പ്ലേയേഴ്സ് ആയി ഇപ്പോൾ ഓൾറെഡി. അപ്പോൾ അവർ വഴി കുറേ പേർക്ക് അറിയാം. കുറേ പേര് ഇപ്പം താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്, ഇനി സമ്മർ ക്യാമ്പും കാര്യങ്ങളും വെക്കണം, അപ്പോൾ കുറച്ചും കൂടെ കുട്ടികൾ വരും, കോമ്പറ്റീഷൻസ് കൂടും. അങ്ങനത്തെ പരിപാടികളാണ് ഇപ്പോൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കും പറഞ്ഞിട്ടുണ്ട് 2 മാസം വെക്കേഷനിൽ ക്യാമ്പിന് ചെല്ലണം. ഇനിയിപ്പോൾ അതാണെങ്കിൽ അങ്ങനെ പോകും. അല്ലെങ്കിൽ ഇപ്പോൾ ആഗ്രയിൽ കളിച്ചു മെഡൽ വന്നതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഞങ്ങൾ ഫെഡറേഷൻ കപ്പ് ക്വാളിഫൈ ചെയ്തു. അപ്പോൾ ഫെഡറേഷനും ചിലപ്പോൾ ഇവിടെ കേരളത്തിലായിരിക്കും എന്നൊക്കെ പറയുന്നു, ഒന്നും അറിയാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ആദ്യമായിട്ടായിരിക്കും കേരളത്തിൽ കോർഫിൻ്റെ കളി പിടിക്കുന്നത്. ഈ പുറത്തുനിന്ന് ആൾക്കാർ, നോർത്തിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുള്ള ആദ്യത്തെ കളിയായിരിക്കും. പിടിച്ചു കഴിഞ്ഞാൽ ഒന്നും അറിയാം, കറക്റ്റൊന്നും പറഞ്ഞിട്ടില്ല. ഒരു രാജ്യാന്തര മത്സരാർത്ഥിയായി ഉയരുന്നു, അപ്പോൾ അത് നാടിനൊരു അഭിമാനമാണ്. അതാണ് പ്രതീക്ഷ. അതൊരു ജോലിയാണോ പ്രതീക്ഷ? ജോലി കിട്ടിയാലും കളി നിർത്തരുത് എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ട് പോകുന്നത്. കാരണം സ്പോർട്സ് കളിക്കാൻ നമുക്കൊരു സന്തോഷമാണ്.
അത് കിട്ടിക്കൊണ്ടിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇപ്പോൾ ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെ അതൊക്കെ നോക്കിയിട്ട് കളി നിർത്തണമെങ്കിൽ നിർത്തും, ശരീരാവസ്ഥ കണക്കിലെടുത്ത്.